ഇടതുകോട്ടകളേറെയുള്ള മലബാറിൽ LDF സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. UDFും BJPയും ഇക്കുറി നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നതാണ് മധ്യകേരളത്തിൽ LDFനെ വലയ്ക്കുന്നത്. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. ഉടുമ്പൻചോലയിൽ നിന്നും MM മണിയെ മാറ്റിയതിൽ ജില്ലാ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നും വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന അവിടെ KK ശൈലജ, PK ശ്യാമള തുടങ്ങിയവരുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് പേരാവൂരിൽ മത്സരിക്കുന്നതിൽ കടുത്ത വിയോജിപ്പുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ശ്യാമളയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ഫേസ്ബുക്കിലടക്കം പാർട്ടി അനുഭാവികളിൽ നിന്നൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് അവിടെ അങ്ങനെ കിടക്കുന്നു. ഈ പറയുന്ന ജി സുധാകരന്റെ കാര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുന്ന സ്വാഭാവിക വിയോജിപ്പുകൾ എന്നതായിട്ടാണോ CPM നേതൃത്വം കാണേണ്ടത്, അതോ അടിയന്തരമായി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട വിഷയം എന്ന് കാണുന്നുണ്ടോ ദീപക്? ഇതൊക്കെ ഹാഷ്മി, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ജി സുധാകരൻ്റെ പ്രശ്നത്തിലുള്ളതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ മലബാറിൽ CPMന് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആ വെല്ലുവിളി ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് വേണം പറയാൻ. കാരണം KK ശൈലജ പ്രതിഷേധമുണ്ട് എന്നൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോഴും ശൈലജ ടീച്ചറുമായി സംസാരിക്കുമ്പോൾ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥലത്ത് മത്സരിക്കും. അത് ക്യാമറയ്ക്ക് മുൻപിൽ മാത്രമല്ല, അല്ലാതെ സ്വകാര്യ സംഭാഷണത്തിൽ ശൈലജ ടീച്ചറുമായി സംസാരിക്കുമ്പോഴും അവർ പാർട്ടി തീരുമാനിക്കുന്നിടത്ത് മത്സരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ഒരു ചരിത്രമുണ്ട്. നേരത്തെ KK ശൈലജ വർഷങ്ങൾക്ക് മുൻപ് പേരാവൂരിൻ്റെ MLA ആയിരുന്നു, പഴയ മണ്ഡല പുനർനിർണയത്തിന് മുമ്പ്. അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. മാത്രവുമല്ല, KPCC പ്രസിഡന്റിൻ്റെ സ്വന്തം മണ്ഡലത്തെ എങ്ങനെ തിരിച്ചുപിടിക്കാമെന്നുള്ള ഇടതുമുന്നണിയുടെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് KK ശൈലജയെ പോലുള്ള ഒരു ക്രൗഡ് പുള്ളറെ എവിടെയും വിന്നബിലിറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നത് എന്നുള്ളതാണ് CPIMൻ്റെ രാഷ്ട്രീയമായുള്ള വാദവും. ആ വാദത്തിനെ ശരിവെക്കുന്ന രീതിയിലാണ് ശൈലജ ടീച്ചർ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അത്തരമൊരു പ്രശ്നമില്ല. മറ്റൊന്ന്, PK ശ്യാമളയുടെ കാര്യത്തിൽ നവമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്നെങ്കിലും അത്തരം പ്രതിഷേധങ്ങളൊന്നും പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് CPIMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചകളില്ലാതെ തന്നെ PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ തീരുമാനമായതും. സ്വാഭാവികമായും ആന്തൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി ചർച്ചയാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുണ്ടാകുമെന്ന് തന്നെയാണ് CPIM വിലയിരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പൊതുവിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDF പ്രതീക്ഷകൾ വെക്കുന്നത് മലബാറിൽ നിന്നാണ്. കാരണം മലബാറിൽ നിന്നും കൂടുതൽ സീറ്റ് നിലവിൽ മലപ്പുറത്ത് മാത്രമാണ് അത്തരത്തിലൊരു മേൽക്കൈയുള്ളത്. മറ്റു ജില്ലകൾ, പ്രത്യേകിച്ചും കോഴിക്കോട്, കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നും സീറ്റുകൾ നേടുക എന്നുള്ളത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അതിലവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാന മണ്ഡലം കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ നോക്കുന്നു. പക്ഷേ CPIM ആണെങ്കിൽ കുറേ കാലമായി അവരുടെ കയ്യിലുള്ള സീറ്റ് നിലനിർത്താൻ വേണ്ടി K ദാസനെ പോലുള്ള ജനകീയരായ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തുന്നു. മറ്റൊന്ന്, മലബാറിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറയുന്ന പോരാട്ടം നടക്കുന്നത് ബേപ്പൂരിലാണ്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിലാണ് പാർട്ടിയുടെ തീരുമാനം. മാത്രവുമല്ല, മുഹമ്മദ് റിയാസ് 24 സംസാരിച്ച സമയത്ത് പറഞ്ഞത് ബേപ്പൂരിൽ ഇടതുമുന്നണിക്ക് വോട്ട് കൂടുമെന്നാണ്. അവിടെയാണെങ്കിൽ PV അൻവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ബേപ്പൂരിൽ അൻവറിൻ്റെ പേരായിരുന്നില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരായിരുന്നു. മാത്രമല്ല, അവിടെ UDF ജയിക്കില്ല എന്നുള്ളതായിരുന്നു കനകോലുവിൻ്റെ റിപ്പോർട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ മലബാറും അതുപോലെ തന്നെ തിരുക്കൊച്ചിയും രണ്ടായിട്ടാണ് രാഷ്ട്രീയ കേരളത്തെ രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്താറുള്ളത്. ഈ മലബാറിലുള്ള 60 സീറ്റിൽ ആ 60 സീറ്റുകളിൽ എത്ര സീറ്റുകൾ ആര് പിടിക്കുന്നു എന്നുള്ളതാണ് വിജയത്തെ ഗണിക്കുന്നത്. ഇതിൽ BJPയുടെ കാര്യം BJPയും മലബാറിൽ ലക്ഷ്യമിടുന്നുണ്ട്. പാലക്കാടും മഞ്ചേശ്വരവും BJP പ്രധാനമായി ലക്ഷ്യമിടുന്ന 2 സീറ്റുകളാണ്. അതുകൊണ്ട് പൊതുവിൽ 3 മുന്നണികൾക്കും ഇടതുമുന്നണിക്ക് അവരുടെ കോട്ട എന്നുള്ള നിലയിൽ നിലനിർത്തണം, UDFന് കൂടുതൽ സീറ്റുകൾ നേടണം, BJPക്കാണെങ്കിൽ അക്കൗണ്ട് തുറക്കുകയും വേണം. ആ രീതിയിൽ മലബാർ രാഷ്ട്രീയ പോരാട്ടത്തിന് വലിയ രീതിയിൽ തയ്യാറെടുക്കുകയാണ് ഹാഷ്മി. ശരി, എന്തായാലും മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത് ദീപക് ധർമ്മടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.